വേടനെതിരെ അഖിൽ മാരാർ. നമസ്കാരം. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം അഖിൽ മാരാരുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവിൽ അഖിൽ മാരാർ പറഞ്ഞത് ഇങ്ങനെയാണ്: വേടൻ ഒരു BJP കാരനാണെന്നും അദ്ദേഹം ഒരു രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് അഖിൽ മാരാർ പറഞ്ഞത്. ഇതിന്റെ കാരണം എന്താണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി. വേടൻ ഒരു ദളിതനാണെങ്കിൽ അത് വിറ്റ് ഒരിക്കലും വേടൻ കാശാക്കുകയില്ല എന്നാണ് അഖിൽ മാരാരുടെ പ്രസ്താവന. വേടന് ഒരു രാഷ്ട്രീയമുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അതൊരു രാഷ്ട്രീയ പാർട്ടിയോട് ചായ്വുണ്ടോ എന്ന് നമുക്കാർക്കും അറിയില്ല. കാരണം അദ്ദേഹം അംബേദ്കറെ പിന്താങ്ങിയാണ് നടക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ജയ് ഭീം എന്ന ബുക്കുകളെല്ലാം നമ്മൾ കാണുകയുണ്ടായിട്ടുണ്ട്. ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുകയും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഇന്റർവ്യൂവിൽ അഖിൽ മാരാർ പറഞ്ഞിരിക്കുന്നത് വേടൻ ഒരു പൂർണ്ണമായും BJP അനുകൂലിയാണെന്നും BJPക്ക് വേണ്ടി രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് അഖിൽ മാരാർ പറഞ്ഞിരിക്കുന്നത്. ഒരു ദളിതൻ മറ്റൊരു ദളിതനെ വഞ്ചിക്കുകയാണ് എന്നാണ് ഇതിൽ നിന്ന് ആളുകളെ മനസ്സിലാക്കേണ്ടത് എന്നാണ് അഖിൽ മാരാർ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അതായത് ഒരു ദളിതന്റെ അവകാശങ്ങളെ വിറ്റാണ് വേടൻ ജീവിക്കുന്നത്. വേടന് ദളിതനെ കുറിച്ച് പറയാൻ എന്ത് അവകാശം എന്നാണ് അഖിൽ മാരാർ ചൂണ്ടിക്കാണിക്കുന്നത്. രാഷ്ട്രീയം പലർക്കും പല രീതിയിലുമാണ്. അഭിപ്രായം പറയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അഖിൽ മാരാർക്കുണ്ട്, വേടനുമുണ്ട്. വേടന്റെ രാഷ്ട്രീയമാണ് അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലൂടെയും രചനകളിലൂടെയും പുറത്തു പറയുന്നത്. ഇതിന് ഒരുപാട് ആളുകൾക്ക് വിമർശനങ്ങളുണ്ട്. ഇപ്പോൾ വേടൻ ഒരു BJP കാരനാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് BJP സംഘടനകളിൽ നിന്ന് തന്നെയാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ഒരു BJP അനുകൂലിയാകുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ അഖിൽ മാരാർ വേടനെ കുറിച്ച് ഇങ്ങനൊരു പ്രസ്താവന നടത്തുകയുണ്ടായത്? എന്താണ് പറയാനും പ്രവർത്തിക്കാനും ഈ ലോകത്തും ഈ ഇന്ത്യയിലും എവിടെയും ആർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടല്ലോ. പിന്നെ എന്താണ് കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ചാനലിന് കൊടുത്ത ഇന്റർവ്യൂവിൽ കൃത്യമായി വേടൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണെന്ന്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു BJP പ്രവർത്തകനാണെങ്കിൽ ഒരിക്കലും തൃശൂരിനെ കുറിച്ച് അദ്ദേഹം പറയില്ല. തൃശൂരിനെ അതിശക്തമായാണ് അദ്ദേഹം വിമർശിച്ചത്. എന്താണ് അവിടെ ഒരാളെ നിർത്തിയത് അബദ്ധമായി എന്ന രീതിയിൽ അദ്ദേഹം തുറന്നു പറയുകയുണ്ടായി. അങ്ങനെ പറഞ്ഞ ഒരു വ്യക്തി എങ്ങനെയാണ് ഒരു BJP പ്രവർത്തകനാണെന്ന് പറയാൻ കഴിയുക? ഈ പറഞ്ഞ അഖിൽ മാരാറിനും ഒരു രാഷ്ട്രീയമുണ്ട്, എല്ലാവർക്കും ഉണ്ട് രാഷ്ട്രീയം. അത് പറയാനും പ്രവർത്തിക്കാനും ഈ നാല് സ്വാതന്ത്ര്യമുള്ളതുകൊണ്ടാണല്ലോ അവർ പറയുന്നത്. പക്ഷേ ഇത്രയധികം എടുത്തു പറഞ്ഞ് അദ്ദേഹത്തിന് പറയാൻ അർഹതയില്ല എന്ന് പറയുന്നതെല്ലാം ശരിയാണെന്ന് തോന്നുന്നില്ല. അഖിൽ മാരാരെ പോലെ തന്നെ രാഷ്ട്രീയം പറയാനും പ്രവർത്തിക്കാനുള്ള അവകാശം വേടനും എല്ലാവർക്കുമുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.